നമ്മുടെ യാൺ പ്ലേസ് ചെയ്യുക. ദെൻ നമ്മുടെ ലോങ് ടെയിലിനെ പ്ലേസ് ചെയ്ത് യാണിൻ്റെ ക്രോസ് ചെയ്ത് വയ്ക്കുക. ദെൻ ആ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ആ ലോങ് ടെയിലിനെ ജസ്റ്റ് പിടിക്കുക. സെയിം ആ ഷോർട്ട് ടെയിലിനെ ആ സെയിം 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പിടിക്കുക. ദെൻ നമ്മുടെ ഹുക്ക് എടുക്കുക. ആ ഫസ്റ്റ് യാണിൻ്റെ അണ്ടറിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ നമ്മൾ സെക്കൻഡ് യാണിനെ പുൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുക. ദെൻ ഈ യാണിൻ്റെ അണ്ടറിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പം നമുക്കൊരു മാജിക് റിങ്ങും കിട്ടും, പ്ലസ് ഒരു ചെയിനും നമുക്ക് കിട്ടും. മാജിക് റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഷോർട്ട് ടെയിലിനെ പുൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാജിക് റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചെയിൻ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സെക്കൻഡ് ചെയിൻ ചെയ്യാം. അതിന് ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക, മീൻസ് ഈ യാണിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരിക. ദെൻ ആ ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചെയിനാണ്. യാൺ ഓവർ ചെയ്യുക, ആ ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ തേർഡ് ലൂപ്പ്. ഇനി നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 2 പ്രാവശ്യം ഈ യാൺ ഓവർ ചെയ്യുക. ദെൻ മാജിക് റിങ്ങിൻ്റെ അകത്ത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ 2 ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒറ്റൊരു ചെയിനിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്യരുത്, അത് റോങ് ആണ്. ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ പറ്റും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ദെൻ നമുക്കിനി നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക, ലാസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷറ്റ് ആയിട്ട് നമ്മൾ എഗെയിൻ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മളെ ഹുക്കിൽ 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ, 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ ഇനി ലാസ്റ്റ് 2 ലൂപ്പ് കാണാൻ പറ്റും. എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷറ്റ് ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ട്വൈസ്, മാജിക് റിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് കാണാൻ പറ്റും. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ, 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2. നമ്മുടെ ഫസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷറ്റ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 3 ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. ചെയിൻസ് മേക്ക് ചെയ്യാനായിട്ട് യാൺ ഓവർ, ആ ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ചെയിനാണ്. ദെൻ ഇനി നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. ആ മാജിക് റിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. നമ്മൾ ഏത് യാണാണോ യാൺ ഓവർ ചെയ്തത്, എഗെയിൻ ആ സെയിം യാൺ തന്നെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ദെൻ ആ ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ജസ്റ്റ് അത് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും. അത് നമ്മൾ ടൈറ്റൺ ചെയ്യുക സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പം ഞാൻ കാണിച്ച സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ബിഗിനേഴ്സ് മിക്കവരും ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അഗെയിൻ നമ്മൾ സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം 3 ചെയിൻസ് മേക്ക് ചെയ്യുക. ചെയിൻസ് മേക്ക് ചെയ്യാനായിട്ട് യാൺ ഓവർ, ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ചെയിനാണ്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ദെൻ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റ് ആണ് ആ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ചെയ്യാൻ പോകുന്നത്. യാൺ ഓവർ ട്വൈസ്. ദെൻ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക.
yarn over and pull through. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് കാണാൻ പറ്റും. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ pull through ചെയ്യുക. 3 ലൂപ്സ് കാണാൻ വേണ്ടി പറ്റും. yarn over, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ pull through ചെയ്യുക. ഇനി നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായിരിക്കും ബാലൻസ് വരുന്നത്. then yarn over and pull through. നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷറ്റ് ആണ് മേക്ക് ചെയ്യുന്നത്. yarn over ട്വൈസ് ചെയ്യുക, then ഇൻസേർട്ട് ചെയ്യുക, yarn over and pull through. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ pull through ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാകും. yarn over, pull through 2. then നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകും. yarn over and pull through 2. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷറ്റ് ആണ്. yarn over twice, ഇൻസേർട്ട് ചെയ്യുക, yarn over and pull through, yarn over, pull through 2, yarn over, pull through 2. ലാസ്റ്റ് 2 ലൂപ്പും കൂടെ ഉണ്ടായിരിക്കും. yarn over and pull through 2. നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു. ഇനി നമ്മൾ 3 ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. yarn over, pull through, 1 ചെയിൻ, yarn over and pull through. നമ്മുടെ സെക്കൻഡ് ചെയിൻ ആണ്, നമ്മുടെ ലാസ്റ്റ് ചെയിൻ ആണ് ഇപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. yarn over ഒന്നും ചെയ്യരുത്. then ഇൻസേർട്ട് ചെയ്യുക, yarn over, ആ സെയിം yarn pull through ചെയ്യുക. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലൂപ്പ് നല്ലതുപോലെ ടൈറ്റൺ ചെയ്യാം. നമ്മളത് സ്റ്റിച്ച് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് നല്ലതുപോലെ ടൈറ്റൺ ചെയ്യാനായിട്ട് പറയുന്നത്. എഗെയിൻ നമ്മൾ സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ചെയിൻസ് മേക്ക് ചെയ്യുക, 3 ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക, ദെൻ 3 ചെയിൻസ് മേക്ക് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഈ സെയിം പാറ്റേൺ ആണ് ഇനി 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ മാജിക് റിങ് ക്ലോസ് ഓൺ ചെയ്യാനായിട്ട് ആ ഷോർട്ട് ടെയിലിനെ നല്ലതുപോലെ പുൾ ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ആ സെൻറ്ററിലുള്ള മാജിക് റിങ് ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ 7 ചെയിൻസ് ആണ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെയിൻ മേക്ക് ചെയ്യാനായിട്ട് yarn over, ലൂപ്പിൽ കൂടെ pull through ചെയ്യുക. ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, 7 ചെയിൻസ് മേക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഫസ്റ്റ് ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ചെയിനിലോട്ട്. ദെൻ yarn over, pull through ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. yarn over, ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, pull through ചെയ്യുക. ഇതിനെയാണ് ഒരു സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇനി ബാലൻസിലുള്ള 5 സ്റ്റിച്ചസിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. സെയിം yarn തന്നെ pull through ചെയ്യുക ആ ലൂപ്പിൽ കൂടെ. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over, pull through, then again നമ്മൾ വീണ്ടും pull through ചെയ്യുക. നമ്മുടെ തേർഡ് സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുക, yarn over, pull through, again pull through ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇൻസേർട്ട് ചെയ്യുക, yarn over, then pull through. ഇനി നമ്മൾ ആ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യാൻ പോയാൽ ഇൻസേർട്ട് ചെയ്യുക മാജിക് റിങ്ങിലോട്ട്, yarn over ചെയ്യുക, എഗെയിൻ അതിനെ pull through ചെയ്യുക. ദെൻ നമ്മൾ നല്ലതുപോലെ ടൈറ്റൺ ചെയ്യുക. ഇതൊരു ആബ്സല്യൂട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രോഷറ്റ് പ്രോജക്റ്റാണ്. നിങ്ങൾ
ഇപ്പം ക്രോഷറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റിച്ചസുമായിട്ട് ഇത്തിരി പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ട്രൈ ചെയ്യാം. കാരണം ഇതിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റെപ്സാണ്. നമ്മൾ ഏത് സ്റ്റെപ്പാണോ ഫസ്റ്റ് ഫോളോ ചെയ്തത് ആ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇനി വല്ല സ്റ്റെപ്സിൽ ഡൗട്ടോ അതോ ഏതെങ്കിലും സ്റ്റിച്ച് മനസ്സിലായില്ല, ക്രോഷറ്റ് പരമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതേ കണക്കത്തുള്ള ആബ്സല്യൂട്ട് ബിഗിനർ ക്രോഷറ്റ് പ്രോജക്ട്സ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓണാക്കുക. സോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും ഒന്നും നിങ്ങൾ മിസ് ഔട്ട് ആവാതെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.